സാധാരണ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതിനായിട്ട് ആൻറ്റി അലർജി മെഡിസിൻസും ഡീകൺജസ്റ്റൻസും ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും ഇത് മെജോറിറ്റി കേസുകളിലും ഇത് റിസോൾവ് ആകും. പക്ഷേ കുറച്ച് ശതമാനം ആൾക്കാരിൽ ഇത് റിസോൾവ് ആകാതെ നിൽക്കും. അങ്ങനെയുള്ള കേസുകളിൽ ചെറിയൊരു പ്രൊസീജിയർ, അതായത് മെരിങ്കോട്ടമി ആൻഡ് ഗ്രോമെ ഇൻസേർഷൻ. ഗ്രോമെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെന്റിലേഷൻ ട്യൂബാണ്. നമ്മൾ ഇയർ ഡ്രമ്മിനകത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് അതിനകത്തേക്ക് ഈ വെന്റിലേഷൻ ട്യൂബ് ഗ്രോമെ ഇൻസേർട്ട് ചെയ്യാണ്. ഈ ഗ്രോമെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചെവിയുടെ അകത്ത് ഫില്ലായി കിടക്കുന്ന ഡിസ്ചാർജ് പുറത്തു വരികയും പിന്നെ ചെവിയിലേക്കുള്ള വെന്റിലേഷൻ പ്രോപ്പറായിട്ട് നടക്കും. ഓവർ ടൈം ഒരു 6 മാസത്തിനുള്ളിൽ ഈ ഗ്രോമെ തനിയെ എക്സ്ട്രൂഡായി പുറത്തേക്ക് വരികയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്. ഈ മെരിങ്കോട്ടമി ഗ്രോമെ നമുക്ക് മാറാതെ നിൽക്കുന്ന കേസസിൽ മാത്രമാണ് ആവശ്യം വരുള്ളൂ. മെജോറിറ്റി കേസസിലും മരുന്നുകൾ കൊണ്ട് മാറും. സോ നമ്മൾ കുട്ടികളിലാണെങ്കിലും മുതിർന്നവരിലാണെങ്കിലും ഇതുപോലത്തുള്ള സിംറ്റംസ്, കേൾവിക്കുറവ് പോലത്തെ സിംറ്റംസ് വരുന്ന ടൈമിൽ ഇവാലുവേഷൻ ചെയ്യുക, ENT ഡോക്ടറെ കാണുക, ഓഡിയോളജി ടെസ്റ്റുകൾ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്.